ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇത് കസ്റ്റമർ കൊണ്ടുതന്ന ഒരു സാരിയാണ്. ഒരു സാരിയല്ല, രണ്ട് സാരിയുണ്ട്. രണ്ടും ഒരുപോലത്തെ സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം വെച്ചിട്ട് വേണം സ്കർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പ് ചെയ്യാനുമായിട്ട്. അതൊരു ടാസ്ക് തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതിൽ വൈറ്റ് പോർഷൻ കുറവായിരുന്നു. അതായത് അതിൻ്റെ ബോർഡറും മുന്താണിയൊക്കെ പോയതിന് ശേഷം രണ്ട് സൈഡിൽ നല്ല വീതിയുള്ള ബോർഡർ ആയിരുന്നു. അതും മുന്താണിയൊക്കെ പോയ ശേഷം നമുക്ക് ആകെ 4 മീറ്ററാണ് ഫുള്ളായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് സ്കർട്ടും ക്രോപ്പ് ടോപ്പും ഞാൻ ഒരുവിധം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്കർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ താഴെ കൊടുത്തേക്കാം. താഴത്തെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ അത് നല്ല എളുപ്പത്തിൽ നമുക്ക് എത്ര മീറ്റർ തുണിയുണ്ടോ അതെല്ലാം വേസ്റ്റ് ആവാതെ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ അടുക്കിയുള്ള എന്താണ് പ്ലേറ്റ് ഇട്ട് സ്കർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ ആ മെത്തേഡ് ഉപയോഗിച്ചാണ് ഞാൻ ഈ സ്കർട്ടും ക്രോപ്പ് ടോപ്പും ചെയ്തെടുത്തേക്കുന്നത്. അങ്ങനെ രണ്ട് നമ്മൾ കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്കർട്ടിന് ലെങ്ത് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൈകൊട്ടി കളിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കർട്ടിൻ്റെ ലെങ്ത് കുറച്ചാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പ് പ്രിൻസസ് കട്ടായിട്ടാണ് ചെയ്തേക്കുന്നത്. ക്രോപ്പ് ടോപ്പ് ലൈനിങ് ഇട്ടാണ് ചെയ്തേക്കുന്നത്. സ്കർട്ടിന് ലൈനിങ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പിന് പഫ് സ്ലീവാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ രണ്ട് നമ്മൾ കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.